നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന യൂണിവേഴ്സൽ മെസ്സേജ്, ഇന്നത്തെ കറൻറ്റ് സമയം എങ്ങനെയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന എനർജി എന്താണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അത് കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പ് എല്ലാം കണക്റ്റ് ചെയ്തുള്ളതാണ് കേട്ടോ നമ്മൾ യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ളൊരു റീഡിങ്സ് ലഭിക്കണമെങ്കിൽ, കാരണം ജനറൽ റീഡിങ്സ് ആണ്, ഒരുപാട് എനർജികൾ കണക്റ്റ് ചെയ്ത് പോകുന്നതാണ്. നിങ്ങൾക്ക് അതിലേറ്റവും പ്രാധാന്യം കിട്ടാൻ, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഗൈഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ തന്നെ റീഡിങ്സിൽ കണക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രസൻസിനെ കണക്റ്റ് ചെയ്യുക. പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, നമ്മൾ എവറി ടൈം എന്താണോ ചിന്തിക്കുന്നത്, അതായിരിക്കും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നെ ഇരിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കൂ എന്ന് എല്ലാവരും പറയുന്നത്. നമ്മൾ എപ്പോഴും എന്താണോ ചിന്തിക്കുന്നത്, എന്തിനെയാണോ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യത. ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന എന്ത് എനർജിയാണോ അതാണ് പോസിറ്റീവാണ്. ഒരു വ്യക്തി ബന്ധത്തിലാണെങ്കിൽ പോലും നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച്, എന്നെ ആ പേഴ്സണെ ഇന്ന രീതിയിലായിരിക്കും കാണുന്നത്, എന്നോട് ആ വ്യക്തിക്ക് ഇന്ന രീതിയിലുള്ള ഫീലിങ്സ് ആയിരിക്കും, ആ പേഴ്സൺ എന്നെ വെറുക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്നെ ശത്രുവായിട്ടായിരിക്കും കാണുന്നത്. ഇങ്ങനെയുള്ള തോട്ട്സുകൾ നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ അത് പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആവുകയാണ്, പ്രപഞ്ച ശക്തിയിലേക്ക് ചെല്ലുകയും അത് അതേപോലെ നിങ്ങളിലേക്ക് തിരിച്ച് വന്നു ചേരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ 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 തത്വശാസ്ത്രങ്ങൾ പ്രകൃതിയെ കണക്റ്റ് ചെയ്തുള്ളത് മനസ്സിലാക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ. ഓണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചതയനാളിൻ്റെ ആഘോഷങ്ങളിലേക്കും ഓണത്തിൻ്റെ സമാപനത്തിലേക്കൊക്കെ എല്ലാവരും വന്ന് ചേരുമായിരിക്കും. എന്താണെങ്കിലും 2 ദിവസം എനിക്ക് ടെൻഷനായിരുന്നു, സങ്കടമായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാം ഓണം ആഘോഷിക്കുമ്പം വിദേശ മലയാളികളെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും അത് സാധിച്ചെന്നിരിക്കില്ല. വിദേശത്തും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും എല്ലാവരും ഒന്നും ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുക, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് പങ്കെടുക്കാൻ പറ്റാതെ പോവുക, അങ്ങനെയൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാനും അതിൽപ്പെട്ട ഒരാളായിപ്പോയി കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായിരുന്നു നിങ്ങളുടെയൊക്കെ ആഘോഷങ്ങൾ കാണുമ്പം. കുഴപ്പമില്ല, നമ്മളും തിരിച്ച് വരുമല്ലോ. ഒരു കാലം, ഈ സമയവും മറികടന്നു പോകും, ഈ സമയവും മാറും. അപ്പം നമുക്കൊരു പണി ചെയ്യാം, റീഡിങ്സിലേക്ക് നോക്കാം. അതുപോലെ അഫർമേഷൻസുകൾ കേട്ടോ, ഒരിക്കലും നിങ്ങൾ വിട്ട് കളയരുത് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ഹീലിംഗ് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ മക്കളെ. അതായത് മനസ്സിനകത്തെ ഭാരം, ദുഃഖത്തെയൊക്കെ എടുത്ത് കളയുന്നതാണ് റൈറ്റ് ഹീലിംഗ്. നമുക്ക് വേണ്ടാത്ത കാര്യത്തെ, അതായത് നമുക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്നു, മെഡിസിൻ ചെയ്യുന്ന ഒരു ഡോക്ടർ പരിശോധിക്കുന്നു, നമുക്ക് മെഡിസിൻ തരുന്നു, നമ്മുടെ ശരീരത്തിൽ നിന്നും ആ അസുഖത്തെ പുറത്ത് കളയുന്നു. അത് തന്നെ നമ്മുടെ മനസ്സിന് കൊടുക്കുന്നതാണ് റൈറ്റ് ഹീലിംഗ്. നിങ്ങൾ എന്താണോ മനസ്സിൽ എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എപ്പോഴും തകർത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് നിരാശ മാത്രം തരുന്നത്, നിങ്ങൾക്ക് സ്വസ്ഥതയില്ലായ്മ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ എഴുതി കത്തിച്ച് പ്രപഞ്ചത്തിലേക്ക് അത് ഭസ്മമാക്കി കളയുക, പ്രപഞ്ചത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കുക. അതിനെ നിങ്ങളിൽ നിന്നും പുറത്ത് കളയുക. ആവശ്യമില്ലാത്ത വിസർജ്യങ്ങളെല്ലാം നമ്മൾ പുറത്തേക്ക് കളയുക എന്ന് തന്നെയാണ് റൈറ്റ് ഹീലിംഗും കൊണ്ട് അർത്ഥമാക്കുന്നത്. മാക്സിമം എഴുതുക കേട്ടോ. അതായത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ഒരു ഭയമുണ്ടെങ്കിൽ പോലും അത് എഴുതി കത്തിക്കുക. എനിക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, അപ്പം ഞാനത് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നു, എല്ലാം അവസാനം ഞാനിത് പ്രപഞ്ച ശക്തിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് തന്നെ റൈറ്റ് ഹീലിംഗിൽ ഉപയോഗിക്കണം. അഫർമേഷൻസ് എഴുതി സൂക്ഷിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങളാണ് എഴുതേണ്ടത് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക കേട്ടോ, മാക്സിമം നന്ദി പറയുക. ഈ 3 കാര്യങ്ങളാണ് നമ്മളുടെ ആത്മാവിന് കൊടുക്കുന്ന ഏറ്റവും പവർഫുള്ളായ ഒരു മെഡിസിൻ എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. കിങ് ഓഫ് ഫണ്ട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് ഫണ്ട്സിൻ്റെ എനർജി എന്ന് പറയുന്നത് കുറച്ച് ഇന്ന് ഉത്തരവാദിത്തങ്ങളുണ്ട്, കുറച്ച് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇന്നത്തെ ആദ്യ സമയം, സ്റ്റാർട്ടിങ് ടൈം, ഇന്നത്തെ ദിവസത്തിൻ്റെ ആരംഭഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചൊന്ന് മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണണം, മെച്യൂരിറ്റിയോട് കൂടി വാക്കുകൾ ഉപയോഗിക്കണം, മെച്യൂരിറ്റിയോട് കൂടി ആക്ഷനുകൾ എടുക്കണം.
വെയിറ്റ് ചെയ്ത്, അതായത് എടുത്ത് ചാട്ടമൊക്കെ മാറ്റി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് ആലോചിച്ച് നിങ്ങളുടെ പ്രായത്തെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക എന്ന ഒരു എനർജിയാണ് നമുക്ക് എനർജി ശക്തിയിൽ പ്രപഞ്ചം കാണിച്ച് തന്നിരിക്കുന്നത്. ഇന്ന് അവസരങ്ങളുടെ ദിവസമാണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് റെസ്പെക്റ്റ്, പ്രാധാന്യങ്ങൾ ലഭിക്കുന്ന അവസരങ്ങളുടെ ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്ക് സമയം അനുകൂലമായി വരുന്നു. അതായത് നിങ്ങളുടെ കറൻറ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ഒരു കയറ്റ ഇറക്കത്തിൻ്റെ എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കും. ഒരു ഉയർച്ച വരുമ്പോൾ അതിനോടൊപ്പം ഒരു താഴ്ച വരും, വീണ്ടും ഉയർച്ച വരും, അതുപോലെ താഴ്ച വരും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് എങ്കിൽ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന ഒരു മെച്യൂരിറ്റി പവർ ആൻഡ് ഒരു സ്പിരിച്വൽ പവർ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് കേട്ടോ. അതായത് വിധിയെ നിങ്ങൾക്ക് മറികടക്കാനുള്ള ഒരു കറൻറ്റ് ടൈമാണ് ഇന്നത്തെ ദിവസം ഇനി മുന്നോട്ടേക്കെന്നാണ് കാണുന്നത്. അതായത് കരിയർ മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ നിലനിൽക്കുന്ന ഏത് സിറ്റുവേഷൻസിലായിക്കോട്ടെ, അവിടെ നിങ്ങൾക്കിനി പതറാതെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ നല്ലൊരു സ്റ്റെബിലിറ്റി എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് കുടുങ്ങിക്കിടന്ന, അതായത് നിങ്ങൾ ട്രാപ്പായിരുന്ന ഇടത്ത് നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇമോഷണലി ഒക്കെ ചില ബന്ധങ്ങളെയൊക്കെ നിങ്ങൾക്ക് നിഷ്കരുണം, അതിനകത്ത് ഒരു ദുഃഖമോ നിരാശയോ ഇല്ലാതെ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് കളയാൻ, പുറത്ത് കടക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. ഏറ്റവും മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ ചതിച്ചുകൊണ്ടിരുന്ന, ഇമോഷണലി നിങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കുറേ വ്യക്തികളെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ചില പേഴ്സണെയൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാനും ആ മനസ്സിലാക്കലെന്ന് പറയുന്നത് നിങ്ങൾക്ക് പുറത്ത് കടക്കാനും പറ്റുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ചെറിയൊരു ടൈമിൻ്റെ ചെറിയൊരു ലോസ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ, ഒരു ഡൗൺ ടൈമിംഗ് എന്നൊക്കെ പറയാം. ചെറിയൊരു വീഴ്ച, നിങ്ങൾ എത്രത്തോളം പ്രയത്നിച്ചാലും നിങ്ങൾക്ക് ചെറിയ ചെറിയ വിജയപരാജയങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണെന്നാണ് കാണുന്നത്. അതായത് എല്ലാം ശരിയായി വരുമ്പോഴത്തേനും ഒരു വീഴ്ച വരും നിങ്ങൾക്ക്. പക്ഷെ അതൊരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നമ്മളെ പരീക്ഷിക്കാനുള്ള ആരോഗ്യമുള്ള പവറുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് കേട്ടോ പ്രപഞ്ചശക്തി അങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ പരീക്ഷണത്തെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള കയറ്റയിറക്കങ്ങളെയൊക്കെ ഒരുപോലെ ആസ്വദിച്ച് കടന്നു പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അങ്ങോട്ടേക്ക്. ഇന്നത്തെ ദിവസമാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ അടഞ്ഞ വാതിലുകൾ പലതും തുറക്കുന്നു. അതായത് നിങ്ങളുമായിട്ട് അകന്നു നിന്ന പല വ്യക്തികളും നിങ്ങളിലേക്ക് ഇമോഷണലി കണക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ ചില ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ബ്ലെസ്സിങ്സ്, പ്രാധാന്യമുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നതിനുള്ള ഒരു സമയം വരുന്നുണ്ട്. അതായത് ഒരു ഇരുണ്ട യുഗം അവസാനിക്കുന്നു എന്ന് പറയാം. ഒരു കാർമിക് സമയം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നുണ്ട് കേട്ടോ. അതായത് ബാലൻസ് ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ മനസ്സമാധാനമില്ലായിരുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾക്കത് നേരെ ഓപ്പോസിറ്റായ ഒരു സിറ്റുവേഷൻസ് അംഗീകരിക്കാനും സമാധാനപരമായിട്ട് കണക്ട് ചെയ്യാനും സ്വപ്നങ്ങളിലൂടെ കടന്നു പോകാനും നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനൊക്കെ പറ്റുന്ന സമയത്തിലേക്കാണ് കേട്ടോ നിങ്ങൾ കണക്റ്റഡ് ആകാൻ പോകുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ കാർമിക് സിറ്റുവേഷൻസ് അവസാനിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞ ചില വാതിലുകൾ തുറക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അത് വ്യക്തിബന്ധങ്ങളാവാം, ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളാവാം, അതുപോലെ തന്നെ കരിയർ മേഖലയാവാം. ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെയാണോ ഒരു വ്യക്തിക്ക് വേണ്ടിയിരുന്നത് അതിനെല്ലാം മാറ്റം വരുന്നു എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും കേട്ടോ. അതുപോലെ കുറച്ച് ആളുകൾ ഇന്നലേക്ക് ഒരുപാട് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി, സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു സന്തോഷ സമയത്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്ന് നിങ്ങളെ വിഴുങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് കുറച്ച് ഡിപ്രഷൻ, ആൻസൈറ്റിയുടെയൊക്കെ ഒരു ടൈമിംഗ് ആണ് കേട്ടോ. കുറച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നുണ്ട്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു മനോധൈര്യം വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. റൈറ്റ്, ഹീലിംഗ് ചെയ്യുകയും അഫർമേഷൻസ് എഴുതുകയും കുറച്ച് ടൈം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യണം. ചിലരൊക്കെ പറയും പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കുമ്പോഴും എന്തിനു പ്രാർത്ഥിക്കുന്നു എന്ന് ചിന്തിച്ച് അതവിടെ മാറ്റി വയ്ക്കുന്ന ഒരവസ്ഥ. പരീക്ഷണ കാലഘട്ടം തന്നെയാണ് അതൊക്കെ കേട്ടോ. നിങ്ങൾ ദൈവത്തിലേക്ക് അടുക്കുന്നതോ അകലുന്നതോ ഒന്നും ദൈവികമാകുന്ന ശക്തിക്കൊരു പ്രശ്നമല്ല. നിങ്ങളെ എപ്പോഴും, അതായത് നമ്മളുടെ മാതാപിതാക്കൾ, നമ്മുടെ പേരൻസിൻ്റെ എനർജിയിലേക്ക് വയ്ക്കാൻ മതി. നമ്മളിനി എത്ര അകന്നു പോയാലും അവരുടെ കണ്ണുകൾ നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ മനസ്സിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവരുടെ കൈകൾ എപ്പോഴും നമ്മളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തയ്യാറായിട്ട് നിൽക്കും. അത് തന്നെയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചില്ലയോ അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവിന് നിങ്ങളെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. നിങ്ങളുടെ കർമ്മക്കടം എന്ന് പറയും. നമ്മൾ ചെയ്ത പാവങ്ങളുടെ പൂർവ്വജന്മ പാവങ്ങളെ ഹീലാക്കി നിങ്ങളെ വീണ്ടും ശുദ്ധീകരിച്ച ഏറ്റവും പവർഫുള്ളായ ഒരു ആത്മാവാക്കി മാറ്റുക എന്നുള്ള കടമ നിങ്ങളുടെ സ്രഷ്ടാവിന്, നിങ്ങളുടെ പിതാവിന് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം അതിനനുസരിച്ച് നിങ്ങളെ കണക്റ്റ് ചെയ്താലും, നിങ്ങൾ എന്തെല്ലാം സ്ട്രഗിൾ ചെയ്താലും നിങ്ങളിൽ ഫോക്കസ്ഡ് ആയിരിക്കും പ്രകൃതിയുടെ എനർജി കേട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ഏത് സമയത്തും പ്രാർത്ഥിക്കാം. എപ്പോഴാണോ മനസ്സുകൊണ്ട് എന്നാൽ ഇപ്പം പ്രാർത്ഥിച്ചേക്കാം എന്ന് തോന്നുന്നത് ആ സമയത്തൊരു യാത്രയിൽ പോലും ആണെങ്കിലും കണ്ണുകൾ അടച്ച യാത്രയിൽ പോലും നിങ്ങൾക്ക് പ്രപഞ്ചവുമായിട്ട് കണക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന സമയത്ത് ഇത്ര മണിക്ക് ഇന്ന മുഹൂർത്തത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു നിയമവുമില്ല കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു സ്ട്രെസ് എനർജി എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ച് വിവാഹ തടസ്സത്തെ ബേസ് ചെയ്താവാം. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആവാം, നിങ്ങളുടെ ജീവിതത്തിലാവാം. നിങ്ങൾക്കൊരു നല്ലൊരു പാർട്ട്ണർ, ഒരു മാര്യേജ് എനർജിയുടെ ബ്ലോക്കേജിനെ കണക്റ്റ് ചെയ്തും, ചിലരെ സംബന്ധിച്ച് വിവാഹ ജീവിതത്തെ ബേസ് ചെയ്തും, ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കരിയർ പാതയിലുള്ളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കണക്റ്റ് ചെയ്തുമൊക്കെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു പ്രശ്നം നേരിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ ഇതോടെയെല്ലാം അവസാനിച്ചു എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് അവസരമുണ്ട്. വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് അനുഭവിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് മനോബലമാണ് കേട്ടോ. തീർച്ചയായിട്ടും മനോബലത്തിന് ചില മുദ്രകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനകളുണ്ട്, അതുപോലെ റൈറ്റ് ഹീലിങ്ങും അഫർമേഷൻസും ഏതൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്കിവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കൂടിച്ചേരൽ, സൗഹൃദ ബന്ധങ്ങളുടെ ഒരു ആഘോഷമൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ട് കേട്ടോ. ഒരു പാർട്ടിയൊക്കെ കൂടാൻ, അല്ലെങ്കിൽ കൂട്ടുകാരോട് ഒരുമിച്ച് നിങ്ങളുടെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു ട്രാവലിംഗ് ആയിരിക്കാം. പക്ഷേ ഒരു ചെറിയൊരു ട്രാവലിംഗ് പ്രസൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ ചെറിയൊരു എഫേർട്ടിൻ്റെ ഒക്കെ ഫലമായിട്ട്, അതായത് ഇത്രയും ദിവസം കഠിനാധ്വാനം ചെയ്തു, ഇന്നൊരു വിശ്രമം, ഇന്നൊരു സന്തോഷം, ഒരു കൂടിച്ചേരൽ, ഒരു റിലാക്സ് എനർജി, കുറച്ചൊരു പ്രശ്നങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഇത് ഫാമിലി എനർജിയിൽ ഹാർട്ട് ബ്രോക്കൺ ഉണ്ട് കേട്ടോ. ഭാര്യ-ഭർതൃ ബന്ധത്തിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സംയമനം പാലിക്കുക കേട്ടോ. ഒരു ചീറ്റിംഗ് പ്രസൻസിൻ്റെ എനർജി കാണുന്നുണ്ട് പാർട്ട്നേഴ്സിൻ്റെ എനർജിയിൽ. അത് ലാസ്റ്റ് ലീഗൽ പരമായിട്ടോ മധ്യസ്ഥതയിലേക്കൊക്കെ പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഭാര്യ-ഭർതൃ ബന്ധത്തിലൊക്കെ എപ്പോഴും ഒത്തൊരുമിച്ച് പോകാൻ നോക്കുക കേട്ടോ. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ബേസിക് എന്ന് പറയുന്നത് ഒത്തൊരുമയുള്ളൊരു കുടുംബമാണ്. അതിപ്പോൾ എനിക്കോ നിങ്ങൾക്കോ ലഭിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ ആഗ്രഹിച്ചൊരു പാർട്ട്ണറെ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ, ഒരു പക്ഷേ നമ്മളത് വിട്ട് നിൽക്കേണ്ടതാണെങ്കിൽ വിട്ട് നിൽക്കുക. അതല്ലെങ്കിൽ ഒരുമിച്ച് പോകേണ്ടതാണെങ്കിൽ നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ ഒരുമിച്ച് പോവുക. ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഒരിക്കലും ഞാൻ ആരോടും അത് കൂടിച്ചേർത്ത് ഏച്ച് കെട്ടിയ മുഴച്ചിരിക്കുന്ന രീതിയിൽ ഒരു ബന്ധത്തെയും കൊണ്ടുപോകാൻ ഞാൻ ആരോടും ഒരിക്കലും ഒരു റീഡിങ്സിലോ ഒരു പേഴ്സണൽ റീഡിങ്സിനോ വരുന്നതോട് പറയില്ല. കാരണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സമാധാനപരമായിട്ട് ഉറങ്ങാൻ പറ്റുക എന്നതാണ്. അപ്പോൾ ഒരു പാർട്ട്ണർ, ഒരു കുടുംബ ജീവിതത്തിൽ എന്നൊക്കെ പറയുമ്പം ഏറ്റവും മെയിനായിട്ട് വേണ്ടത് സമാധാനമാണ്. സമാധാനപരമായിട്ട് ഉറങ്ങാൻ പറ്റുക, സമാധാനപരമായിട്ട് ഉണ്ണാൻ പറ്റുക, സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് ഒരു ശ്വാസമാണെങ്കിലും എടുക്കാൻ സാധിക്കുക. ഇതിനൊക്കെ ഒരു സമാധാനമില്ലെങ്കിൽ ആ ഒരു ലൈഫും കൊണ്ട് ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കുക.
അപ്പം മാക്സിമം നല്ല രീതിയിൽ പോകാൻ പറ്റുമെങ്കിൽ വിട്ടുവീഴ്ചകളിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുക. ഒരു ചീറ്റിംഗ് എനർജി പരിപത്രു ബന്ധത്തിൽ വരാനും അവിടെ നിന്നൊരു ലീഗൽ പരമാകുന്ന മധ്യസ്ഥതയിലേക്കോ മറ്റു രീതിയിലേക്കോ പോകാനും സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ഇഷ്യൂസോ കോൺഫ്ലിക്റ്റുകളോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ശ്രദ്ധയോടുകൂടി വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി തുറന്ന് സംസാരിച്ച് കേൾക്കാനുള്ളൊരു മനസ്സാണ് ഫസ്റ്റ് തന്നെ ഒരു കുടുംബജീവിതത്തിൽ വേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ഇഷ്യൂസിൽ നിന്നും പുറത്ത് കടക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു പ്രശ്നം വെല്ലുവിളി വരുന്നുണ്ടെങ്കിൽ ഒരാളായിട്ടെങ്കിലും ഒന്ന് ക്ഷമിച്ചാൽ തീർച്ചയായിട്ടും പ്രശ്നത്തിന് മാറ്റം വരുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലരുടെ എനർജിയിൽ മാര്യേജ് യോഗവും കാണുന്നുണ്ട് കേട്ടോ. വിവാഹ സമയം, അതായത് കാത്തിരിപ്പ്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് വിവാഹ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു റീയൂണിയന് ഒരുമിച്ച് ചേരണമെന്ന് ആഗ്രഹിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം സക്സസ് ആണ് കേട്ടോ. വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. സക്സസ് എനർജിയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരുടെ മാനിഫെസ്റ്റേഷൻ്റെ ഫലം ലഭിക്കുന്നു. കരിയർ മേഖലയിലാണെങ്കിലും ഒരു പൊസിഷൻ, ഉയർന്നൊരു പൊസിഷനിലേക്ക് സ്ഥാനമാറ്റങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ, പുതിയ ജോബ് തേടുന്നവർക്ക്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു കാര്യം വന്നു ചേരുന്നുണ്ട്. ഒരു വിജയമാണ്. മാനിഫെസ്റ്റേഷൻ മീൻസ് നിങ്ങൾക്ക് ഒരു വിജയം വരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്കൊരു ഡബിൾ എനർജിയും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. രണ്ട് വ്യക്തികളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്കിടയിൽ ഒരു ശത്രുദോഷം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു പാർട്ട്നേഴ്സിൻ്റെ എനർജിയിലൊരു ശക്തമാകുന്ന ചീറ്റിംഗ് സംഭവിക്കുന്നുണ്ട്. അതൊരു കർമ്മപരമായിട്ട് വരുന്നതാണ്. ചിലത് അവസാനിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചീറ്റിംഗ് പ്രസൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം കഴിഞ്ഞു. ചില ബന്ധങ്ങൾക്കൊരു ഇത്ര ആയുസേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ഒരു പക്ഷേ സെപ്പറേറ്റഡ് ആകേണ്ടി വരിക, നിങ്ങൾ തമ്മിലൊന്ന് വിട്ടു നിൽക്കേണ്ടി വരിക, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, മറ്റു പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടു പോകുക. അതൊക്കെ ആ ഒരു സമയത്തിൻ്റെയാണ്. കർമ്മപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതും ശ്രദ്ധിക്കണം കേട്ടോ. അതായത് സംയമനം പാലിക്കുക, സമാധാനപരമായിട്ട് ക്ഷമയോടുകൂടി കാര്യങ്ങളെ കാണുക, ബുദ്ധിപൂർവ്വം ആലോചിച്ച് തീരുമാനമെടുക്കുക കേട്ടോ. അതുപോലെ ഫെമിനിയൻ എനർജിക്കൊക്കെ ഒരു സക്സസ് വരുന്നുണ്ട് കേട്ടോ. ഫെമിനിയൻ എനർജിക്കൊക്കെ ഒരു വിജയത്തിൻ്റെ ഉയർച്ചയുടെ സമയം വരുന്നുണ്ട്. കരിയർ മേഖലയിലൊക്കെയാണ് സ്ത്രീകൾക്കിനി മുന്നോട്ടേക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, മറ്റുള്ളവരെയും കൂടി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം, ഇതൊക്കെ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇന്നത്തെ ദിവസമാണെങ്കിലും ഒരു ഇമോഷണൽ ബാലൻസ്, നല്ല രീതിയിൽ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ്, ടോക്സിക് ആയിട്ട് കണ്ടിരുന്ന പല കാര്യങ്ങളെയും അതല്ലാത്ത രീതിയിൽ ആ ഒരു ടോക്സിക് ഫീലിങ്സിൽ നിന്നും പുറത്ത് കടന്ന് വളരെ റിലാക്സ് ആയിട്ട് ബന്ധങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. ടോട്ടലി നമുക്ക് വന്നിരിക്കുന്നത് സൺറൈസിങ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അനുകൂലവും പ്രതികൂലവുമായിട്ടൊക്കെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു സക്സസ് എനർജിയാണ് കേട്ടോ. എല്ലാം കലങ്ങി തെളിയുന്ന ഒരു ഫീലിങ്സാണ്. പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതോടുകൂടി കലങ്ങി തെളിയുന്നതായിട്ടും, ചിലത് നിങ്ങൾക്ക് വേണ്ടാത്ത പല ബന്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിട്ടുകളയുന്നുണ്ട്, നിങ്ങളെയും വിട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ പലതും നിങ്ങളിലേക്ക് വന്നും ചേരുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇന്നത്തെ റീഡിങ്സ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, നിങ്ങൾക്കിന്നൊരു സക്സസ് ആണ്, പ്ലസ് ഫോക്കസിങ് ആയിരിക്കണം. നിങ്ങൾക്ക് വേണ്ടത് മാത്രം മനസ്സിലാക്കി സെലക്ട് ചെയ്യുക എന്നുകൂടി കാണുന്നുണ്ട്. ഏഞ്ചൽസ് മെസ്സേജിൽ വന്നിരിക്കുന്നത് ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ് കേട്ടോ. എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കണക്ട് ചെയ്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കണം കേട്ടോ. മനസ്സിലെ കൺഫ്യൂഷൻ വെച്ചുകൊണ്ട് നിൽക്കാതെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. റിക്കവറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഇമോഷണലി ആരെങ്കിലും ഉപേക്ഷിച്ചു, ചീറ്റിംഗ് ചെയ്ത് നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും വീണ്ടെടുക്കുക, നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനാണ് പറയുന്നത്. നിങ്ങളവിടെ കുടുങ്ങിക്കിടക്കണ്ട, ആ ബന്ധത്തിൽ നിന്നും നിങ്ങളെ തന്നെ വീണ്ടെടുക്കുക, നിങ്ങൾ പുറത്തു വരിക എന്നാണ് പറയുന്നത്. വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ.
ഫിനാൻഷ്യൽ സംബന്ധമാണ് ഫ്രീഡം, സാമ്പത്തിക ഫ്രീഡത്തിന് വേണ്ടിയിട്ട് കരിയർ മേഖലയിലൊക്കെ ഉള്ള ഒരു സക്സസ്സിന് വേണ്ടിയിട്ടോ സാലറി സംബന്ധമാകുന്ന കാര്യങ്ങളെയൊക്കെ കണക്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് കേട്ടോ മക്കളെ. ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ ഒരാൾ നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്കൊരു സംതിങ് റോങ് ഫീലിങ്സ്, അത് ശരിയല്ലല്ലോ, ഈ ബന്ധം കറക്റ്റ് അല്ലല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ 100% ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന നല്ല പോലെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു മാർഗം പ്രപഞ്ചശക്തി കാണിച്ചു തരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, പ്രാർത്ഥിക്കുക, അഫർമേഷൻസ് എഴുതുക, റൈറ്റ് ഹീലിംഗ് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം നൽകിയിരിക്കുന്ന എന്ത് കാര്യമാണോ, ഏത് വ്യക്തിയാണോ, ആ വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ, ആ വ്യക്തിയോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത് പോലെ ഒരു പേപ്പറിൽ എഴുതുക. അല്ലെങ്കിൽ മറ്റൊരാളോട് നിങ്ങളുടെ ദുഃഖം ഷെയർ ചെയ്യുന്നത് പോലെ പ്രപഞ്ചശക്തിയോട് പറഞ്ഞ് എഴുതി കത്തിച്ച് കളഞ്ഞ് നിങ്ങൾ ഫ്രീ ആവുക കേട്ടോ.